സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസുകാരൻ. BJP വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയെന്ന് സന്ദീപ്. BJP വിട്ടെത്തിയ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. പാലക്കാട്ടെ KPCC ഓഫീസിൽ K സുധാകരനടക്കം കോൺഗ്രസ് നേതാക്കൾ ഷോൾ അണിയിച്ച് സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്തു. സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയാണ് ഞാനെന്ന് സന്ദീപ് KPCC ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു. സ്വീകരണം ലഭിച്ച വേദിയിൽ BJPയെ രൂക്ഷമായി വിമർശിച്ച സന്ദീപ് വാര്യർ BJP വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്നും അഭിപ്രായം തുറന്നു പറയാൻ പോലും ആ പാർട്ടിയിൽ സ്വാതന്ത്ര്യമില്ലെന്നും സന്ദീപ് ആഞ്ഞടിച്ചു. വെറുപ്പ് മാത്രം പുറത്തുവിടുന്ന സംഘടനയിൽ നിന്ന് സ്നേഹം താൻ പ്രതീക്ഷിച്ചുവെന്നും എന്നാൽ പല ഘട്ടത്തിലും സ്നേഹവും കരുതലും പിന്തുണയും കിട്ടിയില്ലെന്നും സന്ദീപ് തുറന്നടിച്ചു. ഏകാധിപത്യപരമായ രീതിയാണ് BJPയിലുള്ളത്. അവിടെ അഭിപ്രായം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല. ഉപാധികളില്ലാതെ സ്നേഹിക്കണമെന്ന് ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ വിലക്ക് നേരിട്ട ആളാണ്. വ്യക്തിബന്ധങ്ങളിൽ മതം തിരയാനോ ഇടപെടാനോ ശ്രമിച്ചിട്ടില്ല. പക്ഷേ സംഘടനയ്ക്ക് വേണ്ടി അശ്രാന്തം പണിയെടുത്തിട്ടുണ്ട്. എന്നിട്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ 1 വർഷം ചാനൽ ചർച്ചകളിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയെന്നും സന്ദീപ് പറഞ്ഞു. ഞാനിന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ത്രിവർണ്ണ ഷോൾ അണിഞ്ഞ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം K സുരേന്ദ്രനും സംഘത്തിനുമാണ്. CPM BJP ഡീലിനെ എതിർത്താണ് ഞാൻ ചെയ്ത തെറ്റ്. കരിവന്നൂരും കൊടകരയും പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തുവെന്നാണ് ഞാൻ ചെയ്ത തെറ്റ്. കൊടകര കുഴൽപ്പണക്കേസ് പ്രതി ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയതാണ് ഞാൻ ചെയ്ത കുറ്റം. സ്നേഹത്തിന്റെ ഇടത്തേക്കാണ് താൻ വരുന്നതെന്നും സന്ദീപ് വാര്യർ പാലക്കാട്ട് KPCC ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശനുമടക്കം നേതാക്കൾ KPCC ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ സന്ദീപിനെ സ്വാഗതം ചെയ്തു. ഒരു ഉപാധികളുമില്ലാതെ സാധാരണ പ്രവർത്തകനായാണ് ഞാൻ കോൺഗ്രസിൽ വരുന്നത്. ഇതുവരെ പറഞ്ഞതെല്ലാം BJPയുടെ ആശയങ്ങളാണ്, എൻ്റെ വ്യക്തിപരമായ ആശയങ്ങളല്ല എന്നും സന്ദീപ് പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യ വിളിക്കൊപ്പം രാഹുൽ ഉഗ്രൻ വിജയം നേടുമെന്നും പിക്ചർ അഭി ബാക്കി ഹേ എന്നും സന്ദീപ് പറഞ്ഞു.